വളരെ വലിപ്പത്തിലുള്ള വിൻഷീൽഡാണ്. വണ്ടിയുടെ ഓവറോൾ ഹൈറ്റ് വന്നിട്ട് 2910 ഇന്റേണൽ ഹൈറ്റ് 6.5 അടി 5 അടിക്ക് മുകളിലുണ്ട്. വാലിയോടെ 20 കിലോ വാട്ടിൻ്റെ AC ആണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സീറ്റിലും ഫുഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്രണ്ടിലെ സീറ്റ് ഫുള്ളി പുഷ് ബാക്ക് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ ഇതിൻ്റെ ലെഗ് സ്പേസ്, അതായത് വിത്ത് ഒരു ഹാൻഡിൽ ബാറും ഒരു ബോട്ടിൽ ഹോൾഡറും. 750 mm, അതായത് 3/4 മീറ്ററോളം വാഹനത്തിന് നീളം കൂടുതലാണ്. കൂടാതെ എല്ലാ സീറ്റിലും 2 ചാർജിങ് പോയിന്റ്സും. ഒട്ടും കൺജഷൻ ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ 2340 mm വിട്ടുള്ള ഒരേ ഒരു വാഹനം, അത് ടാറ്റ സ്റ്റാർ ബസ് പ്രൈം 24 സീറ്റർ ആണ്. നമ്മൾ വാഹനത്തിൻ്റെ ഡോറ്, ഇത് ന്യൂമാറ്റിക് ഡോറാണ്. AC വാഹനം ആയതുകൊണ്ട് തന്നെ ന്യൂമാറ്റിക് ഡോറാണ്. ഡോറ് തുറന്ന് നമ്മളകത്തേക്ക് കയറുമ്പോഴേക്കും ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് തന്നെ വളരെ ഹൈറ്റ് കുറവാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ AC വാഹനമാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ 18 സീറ്റ് പുഷ് ബാക്ക് മാഗ്ന സീറ്റ്സ് വെച്ചിട്ട് വന്നിരിക്കുന്ന 24 സീറ്റിൻ്റെ വാഹനം. നമ്മൾ 40 സീറ്റ് വാഹനത്തിൽ, മാർക്കോ പോളോ, സ്റ്റാർ ബസ് അൾട്ര വാഹനത്തിൽ കണ്ടിരിക്കുന്ന സെയിം കൈൻഡ് ഓഫ് 18 സീറ്റ് പുഷ് ബാക്ക് ഹരിത മാഗ്നം സീറ്റ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ സീറ്റ് നമ്മളുടെ പല വീഡിയോകളിലൂടെയും നമ്മൾ കാണിച്ച സെയിം സീറ്റാണ്. അതായത് വിത്ത് ഒരു ഹാൻഡിൽ ബാറും ഒരു ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ മൊബൈൽ പൗച്ചും അല്ലെങ്കിൽ മൊബൈൽ റാക്കും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ബുക്ക് റാക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ 24 സീറ്റ് നോൺ AC വന്നിരുന്ന വാഹനത്തിൽ ഇതേ സീറ്റ് പിച്ച് ഉണ്ട്. ആ സെയിം വാഹനത്തിൽ പുഷ് ബാക്ക് സീറ്റ് നൽകുമ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പാസഞ്ചേഴ്സിന് അനുഭവപ്പെടില്ല. അത്യാവശ്യം മികച്ച ലെഗ് സ്പേസ് ഹരിത മാഗ്നം സീറ്റ്സ് ഇട്ടിട്ടും ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വീൽ ബേസാണ് വാഹനത്തിന്. 3600 mm വീൽ ബേസാണ്. 7190 mm ഓവറോൾ ലെങ്ത്ത് വാഹനത്തിനുണ്ട്. മറ്റുള്ള മാനുഫാക്ചർ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ചിട്ട് ഏകദേശം 750 mm, അതായത് 3/4 മീറ്ററോളം വാഹനത്തിന് നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹരിത മാഗ്നം 18 സീറ്റ് വളരെ ഈസിയായി നമുക്കിതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറകിലിരിക്കുന്ന പാസഞ്ചറെ സംബന്ധിച്ചും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. നമ്മളിപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് ഫുള്ളി പുഷ് ബാക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫ്രണ്ടിലെ സീറ്റ് ഫുള്ളി പുഷ് ബാക്ക് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ ഇതിൻ്റെ ലെഗ് സ്പേസ്. ഈവൻ ഒരു 6 അടി ഉള്ള ആൾക്കായാലും വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും ഫ്രണ്ടിലെ സീറ്റ് പുഷ് ബാക്ക് ആക്കിയാൽ പോലും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കറക്റ്റായിട്ട് 18 സീറ്റും പുഷ് ബാക്കിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഈ ഓവറോൾ ലെങ്ത് കൊണ്ട് 7190 mm ഓവറോൾ ലെങ്ത്താണ് വാഹനത്തിൽ ഉള്ളത്. കൂടാതെ എല്ലാ സീറ്റിലും 2 ചാർജിങ് പോയിൻറ്റ്സും ഹരിത സീറ്റിൻ്റെ മാഗ്നം സീറ്റ്സിൻ്റെ പ്രത്യേകതയാണ്. അതുകൂടാതെ എല്ലാ സീറ്റിലും ഫുഡ് റെസ്റ്റും നൽകിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഏറ്റവും ബാക്ക് റോയിലേക്ക് വരുമ്പോഴേക്കും 5 സീറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ 5 സീറ്റ് പുഷ് ബാക്ക് അല്ല, പക്ഷേ സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരല്പം ചരിക്കാവുന്നതാണ്. ഈവൻ പുഷ് ബാക്ക് സീറ്റ് ഇട്ടിട്ട് പോലും റിയർ സൈഡിൽ വളരെ മികച്ച സ്പേസ് ഉണ്ട്. അതായത് എമർജൻസി ഡോറിൻ്റെ അവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഇല്ല. അത്യാവശ്യം നല്ല ഗ്യാപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ AC കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാലിയോടെ 20 കിലോ വാട്ടിൻ്റെ AC ആണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 175 cc കംപ്രസറാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്.
ഏറ്റവും പുതിയ ഡക്ട് വിത്ത് റാക്കാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നേരത്തെ നമ്മളുടെ KSRTC വീഡിയോ കണ്ട പോലെ തന്നെ എല്ലാ സീറ്റിലും ഇൻഡിവിജ്വൽ റീഡിംഗ് ലൈറ്റ്സും അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ AC ഡക്ട്സും നൽകിയിട്ടുണ്ട്. കൂടുതൽ എയർ ഫ്ലോ കിട്ടുന്നതിനായിട്ട് സൈഡിലും ഡക്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാൻഡിൽ ഹോൾഡേഴ്സും 4 ഹാൻഡിൽ ഹോൾഡേഴ്സും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ ഓവറോൾ ഹൈറ്റ് വന്നിട്ട് 2910 ഇൻറ്റേർണൽ ഹൈറ്റ് 6.5 അടി 5 അടിക്ക് മുകളിലുണ്ട്. നമ്മൾ എല്ലാ സീറ്റിലും നമുക്ക് വിത്ത് ഹാൻഡ് റെസ്റ്റോട് കൂടിയാണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്പേസ് കണ്ടോ, ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹരിത മാഗ്നറ്റ് സീറ്റ്സ് ഇട്ടിട്ട് പോലും ഈ ഒരു സ്പേസ്, ആമ്പിൾ സ്പേസ്, ഒട്ടും കൺജഷൻ ഇല്ലാതെ നമുക്ക് നടക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ 2340 mm വിട്ടുള്ള ഒരേ ഒരു വാഹനം അത് ടാറ്റ സ്റ്റാർ ബസ് പ്രൈം 24 സീറ്ററാണ്. വീണ്ടും നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ പാസഞ്ചർ സെല്ലിൽ നിന്ന് ഡ്രൈവറിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴേക്കും ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ AC ഒരു കണ്ടിന്യൂഷനായിട്ട് ഓരോ ബ്ലോവേഴ്സ് ഡ്രൈവർക്കും അതുപോലെ തന്നെ കോ ഡ്രൈവർക്കുമായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഫ്രണ്ട് റോയിലെ സീറ്റിന് ഒരു എമർജൻസി ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. അതായത് നമുക്കതിൻ്റെ ആമറും കൂടെ നമുക്ക് കാണാം. കൂടാതെ എല്ലാ പില്ലേഴ്സിനും നമുക്ക് പാനിക് ബട്ടൺസ്, GPS പാനിക് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും വളരെ മികച്ച ഒരു എൻജിൻ ഫുഡാണ് നൽകിയിരിക്കുന്നത്. വളരെ താഴ്ന്ന ഒരു തരത്തിലും വണ്ടിയുടെ ഫ്രണ്ട് വ്യൂവിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഉള്ള ഒരു ഫിനിഷിങ്ങോട് കൂടിയ ഒരു എൻജിൻ ഫുഡ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോവർ ഡാഷ്ബോർഡാണെന്ന് പറഞ്ഞു. വളരെ വലിപ്പത്തിലുള്ള വിൻഷീൽഡാണ് അതുപോലെ തന്നെ ഈ ലോവർ ഡാഷ്ബോർഡ് ആയതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സിനും ഡ്രൈവറിനും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ലഭിക്കുന്നുണ്ട്. അത് നമ്മളുടെ യാത്ര ഒന്നുകൂടി കംഫർട്ടബിൾ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ്. അതോടൊപ്പം തന്നെ വളരെ മികച്ച രീതിയിൽ ഫിനിഷായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ടിൽ ഒരു ഡെസ്റ്റിനേഷൻ ബോർഡ് നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ എൻജിനും ഡ്രൈവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊരു ഡ്രൈവ് പോയിട്ട് നമുക്ക് പറഞ്ഞു തരാം.